Hello, welcome you all to the first session on complex analysis. Introductory video MMT 005 complex analysis എന്നുള്ള പേപ്പറിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ് അതിന്റെ സിലബസ് ഓവറോൾ സ്ട്രക്ചർ നമ്മൾ കണ്ടിരുന്നു. ഇനി ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് യൂണിറ്റ് കോംപ്ലക്സ് ഫങ്ഷൻസ് ആണ്. ഈ ഫസ്റ്റ് യൂണിറ്റിൽ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം ഒന്ന് ബേസിക് ആയിട്ട് ഫെമിലറൈസ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്യുന്നത് മുതൽ ആ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് ആൾജിബ്രായിക് പ്രോപ്പർട്ടീസ്, ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അത് കഴിഞ്ഞ് അതിന്റെ ജോമെട്രിക് റെപ്രസെന്റേഷൻ, പോളാർ റെപ്രസെന്റേഷൻ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആ ഒരു നമ്പർ സിസ്റ്റം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്ന് ഫംഗ്ഷൻ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ റിയൽ നമ്പർ സിസ്റ്റത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് ഈ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ ഏറ്റവും ആദ്യം കാണുന്ന നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സ് നിന്ന് തുടങ്ങി നമ്മൾ റിയൽ നമ്പർ വരെ നമ്മുടെ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ എക്സ്റ്റൻഷൻ നമുക്കറിയാം. ആദ്യം നാച്ചുറൽ നമ്പേഴ്സ്, അതിലേക്ക് 0 ആഡ് ചെയ്തു, പിന്നെ അതിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും ഇൻഡിജേഴ്സ് ആയി. ഇൻഡിജേഴ്സ് എന്നുള്ള Z എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ആ ഇൻഡിജേഴ്സിലേക്ക് പിന്നെയും നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. റാഷണൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് ഒക്കെ വന്നു. റാഷണൽ നമ്പേഴ്സിന്റെ കൂടെ റാഷണൽ അല്ലാത്ത, ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഈ റാഷണൽസും ഇറാഷണൽസിന്റെയും കൂടി ഒരുമിച്ചുള്ള ഒരു പേരാണ് റിയൽ നമ്പർ സിസ്റ്റം. അപ്പൊ ഈ റിയൽ നമ്പേഴ്സിന്റെ അകത്ത് നമ്മൾ ഇത്രയും പഠിച്ച എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിന്റെ അകത്ത് വന്നു, റാഷണൽസും ഇറാഷണൽസും ഒക്കെ. അപ്പൊ ഇനി ഈ റിയൽ നമ്പർ സിസ്റ്റത്തിന്റെ ഒന്നുകൂടി ഒരു എക്സ്റ്റൻഷൻ ആണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. അപ്പൊ അത് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? എന്താണ് കോംപ്ലക്സ് നമ്പർ? കോംപ്ലക്സ് വേരിയബിൾ യൂസ് ചെയ്ത് എങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം? ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ എങ്ങനെയായിരിക്കും ആ ഫംഗ്ഷൻ മാപ്പിംഗ് വരുന്നത്? ആ ഫംഗ്ഷന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ്, കാൽക്കുലസ്, അതിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമുക്ക് അറിയാവുന്ന റിയൽ നമ്പർ സിസ്റ്റത്തിനകത്ത് പല ക്ലാസിഫിക്കേഷനും ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റാഷണൽസ്, ഇറാഷണൽസ്, ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള എല്ലാ നമ്പേഴ്സും കൂടിയുള്ള ഒരു സിസ്റ്റമാണ് റിയൽ നമ്പർ സിസ്റ്റം. അതായത് ഒരു ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും. ഇനി ആ സിസ്റ്റത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൂപ്പർ സെറ്റ് ആണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. അപ്പൊ ഈ പിക്ചറിൽ കാണാം, കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിന്റെ അകത്താണ് നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റം വരുന്നത്. കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആക്ച്വലി ഈ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം റിയൽ നമ്പർ സിസ്റ്റത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ റിയൽ നമ്പേഴ്സിൽ പറ്റാത്ത പല കാര്യങ്ങളും കോംപ്ലക്സ് നമ്പേഴ്സിൽ പറ്റും. അപ്പോൾ ഈ റിയൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ചില ഇക്വേഷൻസിനൊന്നും റൂട്ട് കാണാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, x² + 1 = 0. x² is -1. There is no real number x such that x² is -1. സ്ക്വയർ നെഗറ്റീവ് ആവുന്ന ഒരു റിയൽ നമ്പറും ഇല്ല. അപ്പോൾ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് റിയൽ നമ്പർ സിസ്റ്റത്തിൽ കിട്ടുന്നില്ല. അതേപോലെ വേറെയും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് റിയൽ നമ്പർ സിസ്റ്റത്തിൽ സൊല്യൂഷൻ ഇല്ലാത്തത്. ഇപ്പൊ ഇവിടെ എക്സ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് 10 ± √100 - 160 / 2 എന്ന് വരും. ഇപ്പൊ ഇവിടെ നമുക്ക് 100 - 160 നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയർ ഏതോ 0 ഓർ പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന് സ്ക്വയർ റൂട്ട് കിട്ടില്ല. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ഫാക്ടർ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം ഉള്ളത്. അപ്പൊ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഈ ഇക്വേഷൻസിന്റെ എല്ലാം സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. കോംപ്ലക്സ് നമ്പർ സിസ്റ്റം ഡിഫൈൻ ചെയ്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റിന്റെ കണ്ടന്റ്സ് ആണ് ഈ കാണുന്നത്. റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ്. 0ന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് പറയാം, 0ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് പറയാം. അങ്ങനെ ഈ ഒരു ലൈനിൽ നമുക്ക് എല്ലാ റിയൽ നമ്പേഴ്സും പ്ലോട്ട് ചെയ്യാൻ പറ്റും, റാഷണൽ, ഇറാഷണൽ എല്ലാം. ഓക്കെ, ഇനി കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഡിഫൈൻഡ് ആസ് ഓർഡേർഡ് പെയർ XY ഓഫ് റിയൽ നമ്പേഴ്സ് X and Y. Okay, and they can be expressed in the form x + iy, where X and Y are real numbers. I is the imaginary quantity that satisfies the equation I² = -1.
അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്ലെയിനിലുള്ള പോയിന്റ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഒരു ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ്. അതുപോലെ ഒരു പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന, പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. സോ ആർബിട്രറിലി പ്ലെയിനിൽ നമ്മൾ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്തു, കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ, ദെൻ ദിസ് ഇസ് എ കോംപ്ലക്സ് നമ്പർ. ഈ എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് പെയറിനെയാണ് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നത്. ഓക്കെ, ഐ എന്ന് വെച്ചാൽ ഇമാജിനറി ക്വാണ്ടിറ്റി. ഐ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഐ ഇസ് ദി കോംപ്ലക്സ് നമ്പർ 0, 1. അതായത് ഈ പോയിന്റ് ആണ് ഐ. അപ്പൊ നമുക്ക് ഈ ഐ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് എക്സ് പ്ലസ് ഐ വൈ. സോ റെപ്രസെന്റേഷൻ ഇത്രേ ഉള്ളൂ. അത് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ എക്സ് കൊമ വൈ എന്നുള്ള ഓർഡേർഡ് പെയർ. ഈ ഓർഡേർഡ് പെയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് ഇൻറ്റു 1, 0. യൂഷ്വലി ഓർഡേർഡ് പെയറിലുള്ള ആർ സ്ക്വയറിലുള്ള ഓപ്പറേഷൻ, ആർ സ്ക്വയറിലുള്ള സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് എക്സ് ഇൻറ്റു 1, 0 ഇസ് എ റിയൽ നമ്പർ 1. 1, 0 എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസിൽ 1 ആണ് വരുന്നത്. റിയൽ ആക്സിസിൽ 1. അപ്പൊ നമുക്ക് ഇതിനെ എക്സ് ഇൻറ്റു ജസ്റ്റ് 1 എന്ന് തന്നെ എഴുതാം, പ്ലസ് y ഇൻറ്റു 0, 1 നമ്മൾ ഐ എന്ന് നെയിം ചെയ്തത്. സോ ഓർഡേർഡ് പെയർ എക്സ് വൈ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ച്വലി ആർ സ്ക്വയറും കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് ഒരു 1-1 കറസ്പോണ്ടൻസ് ആണ് വരുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ സി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സി കോംപ്ലക്സ് നമ്പർ, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് ഡിഫൈൻഡ് ആസ് set of all x plus iy such that xy belongs to real numbers. So ഈ കോംപ്ലക്സ് നമ്പേഴ്സ് സിയും ആർ സ്ക്വയറും എക്സാക്ട്ലി സെയിം തന്നെയാണ്, ഐസോമോർഫിക് എന്ന് പറയാം. ഇനി നമ്മൾ ഇത് ഈ കോംപ്ലക്സ് നമ്പർ സിയിൽ ഓപ്പറേഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യും, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഡിഫൈൻ ചെയ്യും. സോ ആ ഓപ്പറേഷൻസ് വെച്ച് സി ഒരു ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം, ആർ സ്ക്വയർ ഒരു ഫീൽഡ്. ഇവിടെ സിയിൽ പറയുന്ന ഓപ്പറേഷൻസ് അതുപോലെ തന്നെ നമുക്ക് ഓർഡേർഡ് പെയറിലാക്കി പറയുകയാണെങ്കിൽ, അതായത് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് എക്സ് വൈ ആയിട്ട് പറയാം, ഓർഡേർഡ് പെയർ എക്സ് വൈ ആയിട്ട് പറയുകയാണെങ്കിൽ ആർ സ്ക്വയർ ആ ഓപ്പറേഷൻസിൽ ഫീൽഡ് ആയിരിക്കും. ഈ സിയും ആർ സ്ക്വയറും ആക്ച്വലി ഐസോമോർഫിക് ആണ്. അവിടെ ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ട്. നമുക്കത് ജസ്റ്റ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം ഇവിടെ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷനാ മാറുന്നുള്ളൂ. എക്സ് വൈ എന്നുള്ള നമ്പർ അതൊരൊറ്റ പോയിന്റ് ആണ്. ആ പോയിന്റിനെ തന്നെയാണ് എക്സ് വൈ എന്ന് വിളിക്കുന്നതും എക്സ് പ്ലസ് ഐ വൈ എന്ന് വിളിക്കുന്നതും. സോ സിയും ആർ സ്ക്വയറും ഐസോമോർഫിക് ആണ്. ഇനി നമുക്ക് ഇതിലെ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാണ്. സിയിലെ ഓപ്പറേഷൻസ് അഡീഷൻ, x1 പ്ലസ് ഐ വൈ 1, x2 പ്ലസ് ഐ വൈ 2, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്യുന്നു, പ്ലസ് ഐ ഇൻറ്റു വൈ കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആഡ് ചെയ്യുന്നു. അപ്പൊ ഇത് ഓർഡേർഡ് പെയറിൽ വരുന്ന സെയിം ഓപ്പറേഷൻ ആണ്. x1 y1 പ്ലസ് x2 y2. ഇതിന്റെ അഡീഷൻ വരുന്നത് എക്സ് കോർഡിനേറ്റ്സിന്റെ സം, y coordinates sum. Note that plus used inside the brackets on the right side is usual addition of real numbers. അതായത് x1 x2 റിയൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ പ്ലസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിലെ പ്ലസ് ആണ്. y1 y2 റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ പ്ലസ് റിയൽ നമ്പേഴ്സിലുള്ള പ്ലസ് ആണ്. ഓക്കെ, അതേസമയം ഇത് നമ്മൾ കോംപ്ലക്സ് നമ്പറിൽ പറയുന്ന എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സ് പ്ലസ് ഐ വൈ, ഈ പ്ലസ് ആണ് ഇവിടെ വരുന്നത്. ബ്രാക്കറ്റിനകത്തുള്ള പ്ലസ് റിയൽ നമ്പേഴ്സിലെ യൂഷ്വൽ അഡീഷൻ. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, x1 പ്ലസ് ഐ വൈ 1 ഇൻറ്റു x2 പ്ലസ് ഐ വൈ 2. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതും നമുക്ക് കോർഡിനേറ്റ് വൈസ് പറയാം. x1 y1 ഇൻറ്റു x2 y2 is defined as x1 x2 minus y1 y2, x1 y2 plus x2 y1. അപ്പൊ ഇത് നമ്മൾ സിയിൽ പറയുന്നു. The same thing is in R square. Okay, exactly same ആണ്. അപ്പൊ ഈ നൊട്ടേഷൻസ് അനുസരിച്ച്, അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അനുസരിച്ച് നമുക്ക് ഐയുടെ പ്രോപ്പർട്ടി കാണാം. ഐ എന്ന് പറഞ്ഞാൽ ഐ ഇസ് ദി കോംപ്ലക്സ് നമ്പർ 0-1. നൗ വാട്ട് ഇസ് ഐ സ്ക്വയർ? 0-1 ഇൻറ്റു 0-1, 0-1 ഇൻറ്റു 0-1. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് ഇത് എന്തായിരുന്നു റൂൾ? x1 x2 മൈനസ് y1 y2, x1 y2 plus x2 y1. So applying this rule here, x1 x2 എന്ന് പറയുമ്പോൾ 0 minus y1 y2 is 1, x1 y2 0 plus x2 y1 0. ആൻസർ -1 0 ആണ് വരുന്നത്. -1 0 എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസിൽ -1 ആണ്. റിയൽ ആക്സിസിലെ -1നെ നമുക്ക് സിംപ്ലി -1 എന്ന് എഴുതാം. സോ ഐ സ്ക്വയർ ഇസ് -1.
ഓക്കെ, നമ്മൾ പ്ലെയിനിലെ പോയിന്റ്സ് ആണല്ലോ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ ജനറലി പ്ലെയിനിലുള്ള പോയിന്റ് എക്സ് വൈ, ഇതിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് വിളിക്കുന്നു. ആ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഈ ആക്സിസിലെ പോയിന്റ്സ്, റിയൽ ആക്സിസിലെ പോയിന്റ്സിന് എക്സ് കോമ 0 എന്നാണ് വരുന്നത്. അത് സിംപ്ലി നമുക്ക് എക്സ് എന്ന് എഴുതാം. അതാണ് ഇവിടെ -1 0നെ -1 എന്ന് തന്നെ എഴുതിയത്. റിയൽ നമ്പേഴ്സ് ആവുമ്പോൾ റിയൽ നമ്പേഴ്സിനെ ജസ്റ്റ് നമുക്ക് ആ നമ്പർ കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, കോമ 0 എന്ന് എഴുതണമെന്നില്ല. -1 0ന് സിംപ്ലി -1 എന്ന് എഴുതാം. അപ്പൊ I സ്ക്വയർ -1, അതായത് ഐ ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ സ്ക്വയർ നെഗറ്റീവ് വരുന്നു. അപ്പൊ റിയൽ നമ്പേഴ്സിലൊന്നും നമുക്ക് സ്ക്വയർ നെഗറ്റീവ് വന്നിരുന്നില്ല. കോംപ്ലക്സ് നമ്പേഴ്സിൽ സ്ക്വയേഴ്സ് നെഗറ്റീവ് വരാം. ഇനി ജനറലി നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ്. ദിസ് എക്സ് is called as real part of z and y is called as imaginary part of z. x real part of z, y imaginary part of z. സപ്പോസ് റിയൽ പാർട്ട് 0 ആണെങ്കിൽ ആ ഒരു നമ്പറിനെ നമ്മൾ പ്യോർലി ഇമാജിനറി എന്ന് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ z ഈക്വൽ ടു 0 പ്ലസ് ഐ വൈ, റിയൽ പാർട്ട് 0 ആണെങ്കിൽ ദിസ് നമ്പർ ഇസ് കോൾഡ് ആസ് പ്യോർലി ഇമാജിനറി. സപ്പോസ് ഇമാജിനറി പാർട്ട് ഇസ് 0, എക്സ് പ്ലസ് ഐ 0 ആണെങ്കിൽ ദിസ് നമ്പർ ഇസ് കോൾഡ് ആസ് പ്യോർലി റിയൽ. ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. റിയൽ നമ്പർ എക്സ് ഇൻ സി is represented by the ordered pair x0 into z plane. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്യോർലി ഇമാജിനറി നമ്പർ y is represented by 0y. പ്യോർലി ഇമാജിനറി നമ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, റിയൽ പാർട്ട് 0 ആയിരിക്കും. 0, y എന്ന് റെപ്രസെന്റ്. i ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1. ഐ സ്ക്വയർ എങ്ങനെയാ -1 ആവുന്നതെന്ന് നമ്മൾ കണ്ടു. z is equal to x plus iy can be written as x0 plus i0y. ഇങ്ങനെയാണ് x plus i y എന്നുള്ള നൊട്ടേഷൻ. ഇനി z ബാർ എന്ന് പറഞ്ഞാൽ z കോൺജുഗേറ്റ് ആണ്, കോൺജുഗേറ്റ് ഓഫ് z. z ബാർ ഇസ് ഡിഫൈൻഡ് ആസ് x മൈനസ് iy. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും ഈക്വൽ ആവണമെങ്കിൽ ഉള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ z എന്ന് പറഞ്ഞാൽ x പ്ലസ് iy, ഇത് ഈക്വൽ ടു അതിന്റെ കോൺജുഗേറ്റ്, കോൺജുഗേറ്റിനോട് ഈക്വൽ ആവണമെങ്കിൽ iy ഷുഡ് ബി ഈക്വൽ ടു മൈനസ് iy. ദാറ്റ് ഇസ് y ഈക്വൽ ടു 2iy ഈക്വൽ ടു 0. That is y equal to 0. That is the number should be y 0 ആവുന്നത്, the number should be purely real. Purely real numbers-ന് മാത്രമാണ് z equal to z bar ആവുന്നത്, z equal to z conjugate ആവുന്നത്. Okay, purely real. z equal to z bar if and only if the complex number is purely real. ഇനി മോഡുലസ് ഓഫ് z. z-ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. z ഒരു കോംപ്ലക്സ് നമ്പർ, ഇതിന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതാണ് മോഡ് z. സോ മോഡ് z നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഒറിജിൻ എന്ന ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മോഡുലസ് എന്നാണ് വിളിക്കുന്നത്, മോഡ് z. അടുത്തൊരു റിസൾട്ട് ആണ് z ഇൻറ്റു z കോൺജുഗേറ്റ് ഈക്വൽ ടു എന്ത് വരും? എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഐ എക്സ് വൈ പ്ലസ് ഐ എക്സ് വൈ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, ഈ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്യാം, മൈനസ് ഐ സ്ക്വയർ ഇസ് -1 വൈ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദിസ് ഇസ് മോഡുലസ്, നേരത്തെ കണ്ടു മോഡുലസ് z സ്ക്വയർ ആണിത്. മോഡുലസ് ഓഫ് z ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇത് മോഡുലസ് z സ്ക്വയർ ആണ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്, z ബാർ ഈക്വൽ ടു മോഡ് z സ്ക്വയർ. Now, inverse or reciprocal of a complex number. Inverse or reciprocal of a complex number. Take a non-zero complex number z. Okay, inverse of z or reciprocal of z is denoted as z inverse, z raised to -1. It is defined as 1 by z. Okay, 1 by z. ഇതിനെ ഞാൻ മേലെയും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും z കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. Then we'll get x minus iy by z bar. ഇപ്പൊ കിട്ടിയ റിസൾട്ട് മോഡ് z സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് iy ബൈ മോഡ് z സ്ക്വയർ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതൊന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് z ഇൻവേഴ്സ് അല്ലെങ്കിൽ 1 by z. ഇനി ഒരു പോയിന്റ് നമുക്കറിയാം, മോഡ് z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, വിച്ച് ഇസ് ദി ഡിസ്റ്റൻസ്
of the point z from the origin. If the point z is purely real, this y becomes 0. Okay. Then mod z will be simply modulus z will be simply modulus of x, which will be the absolute value of x. Absolute value of x. Z purely real ആവുമ്പോൾ നമുക്ക് y എന്നുള്ള കോർഡിനേറ്റ് y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ സിംപ്ലി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x ആണ് മോഡുലസ് ഓഫ് z. ജോമെട്രിക്കലി അതിങ്ങനെ പറയാം, എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കും, റിയൽ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ പ്യോർലി റിയൽ, y കോർഡിനേറ്റ് 0. അപ്പോൾ ഈ ഒരു പോയിന്റിന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിന്റെ തന്നെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് മോഡ് z ഈക്വൽ ടു മോഡ് എക്സ് ആയിട്ട്. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, മോഡുലസും അതേപോലെ കോൺജുഗേറ്റും ഒക്കെ വരുന്ന കുറച്ച് റിസൾട്ട്സ് ആണുള്ളത്. ഫോർ എനി കോംപ്ലക്സ് നമ്പേഴ്സ് z1 ആൻഡ് z2 വി ഹാവ് ദി ഫോളോയിങ് റിസൾട്ട്സ്. ഇത് ഓരോ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ചിലതെല്ലാം വളരെ സിമ്പിൾ ആണ്, നമുക്ക് ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ കിട്ടുന്ന റിസൾട്ട്സ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, mod z greater than or equal to 0 for all complex numbers z, and mod z is 0 if and only if z is 0. mod z നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയതുകൊണ്ട് ഇത് എപ്പോഴും എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും ഫോർ ഓൾ z. സോ mod z is greater than or equal to 0. അത് സിംപ്ലി ബൈ ഡെഫിനിഷൻ തന്നെ നമുക്ക് അറിയുന്ന കാര്യം. ഇനി mod z 0 ആവുന്നത് എപ്പോഴാണ്? mod z equal to 0 if and only if root of x square plus y square is 0. If and only if x square plus y square equal to 0. This is if and only if x equal to y equal to 0, because x square is non-negative, y square is non-negative. X square plus y square equal to 0 implies x equal to y equal to 0. If and only if x ഉം y ഉം 0 ആണെങ്കിൽ z is 0. So mod z equal to 0 if and only if z equal to 0. Modulus 0 ആണെങ്കിൽ z 0 ആയിരിക്കണം. z 0 ആണെങ്കിൽ mod z 0. if and only if കണ്ടീഷൻ ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം. രണ്ടാമത്തെ റിസൾട്ട് ഇതേപോലെ തന്നെ, മോഡുലസ് റിയൽ പാർട്ട് ഓഫ് z is less than or equal to mod z. മോഡുലസ് ഇമാജിനറി പാർട്ട് ഓഫ് z is less than or equal to mod z. മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് z, റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ x, മോഡുലസ് x is less than or equal to മോഡുലസ് ഓഫ് x എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അതായത് എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് വരുന്നത്. അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും അല്ലെ. മോഡുലസ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് മോഡുലസ് എക്സിനേക്കാൾ ഉറപ്പായിട്ടും ഈക്വൽ ആവും, അല്ലെങ്കിൽ വൈ നോൺ സീറോ ആണെങ്കിൽ ഇത് വലുതാവും. സോ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതാണ് എന്ത്, മോഡ് z. സോ റിയൽ പാർട്ട് ഓഫ് ഇസഡിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ്. ഇതേപോലെ ഇമാജിനറി പാർട്ടിന്റെ മോഡുലസ് വെച്ചാൽ വൈയുടെ മോഡുലസ്. ഓക്കെ, അപ്പൊ വൈ ഒരു റിയൽ നമ്പർ ആണ്. അപ്പൊ വൈയുടെ മോഡുലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ തന്നെയാണ്. അപ്പൊ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ബിക്കോസ് ഇവിടെ ഒരു എക്സ്ട്രാ ക്വാണ്ടിറ്റി ഉണ്ട് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുക്കുമ്പോൾ മോഡുലസ് വൈയെക്കാളും സെയിം ആയിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും. ഇത് തന്നെയാണ് മോഡ് z. സോ ഇമാജിനറി പാർട്ട് ഓഫ് z is less than or equal to മോഡ് z എന്ന് പറയാം. തേർഡ് വൺ, മോഡുലസ് ഓഫ് z കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് ഐ വൈ ഇസ് റൂട്ട് ഓഫ് മോഡുലസിന്റെ ഫോർമുല എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ മൈനസ് വൈ ആണ് വൈ കോർഡിനേറ്റ്, മൈനസ് വൈ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് സെയിം ആസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് മോഡ് z. സോ സെഡിന്റെയും സെഡ് കോൺജുഗേറ്റിന്റെയും അബ്സല്യൂട്ട് വാല്യൂ മോഡുലസ് സെയിം ആണ്. സെഡിന്റെയും സെഡ് കോൺജുഗേറ്റിന്റെയും മോഡുലസ് സെയിം ആണ്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, സെഡിലേക്കുള്ള ഡിസ്റ്റൻസും സെഡ് കോൺജുഗേറ്റിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അതായത് സെഡ് എക്സ് വൈ ആണെങ്കിൽ കോൺജുഗേറ്റ് എക്സ് കോമ മൈനസ് വൈ ആണല്ലോ. അത് നമ്മളൊരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, എക്സ് കോമ വൈ ഇവിടെ ആണെങ്കിൽ അതിന് നേരെ താഴെ ആയിരിക്കും എന്ത് എക്സ് കോമ മൈനസ് വൈ വരുന്നത്. ഓക്കെ, രണ്ടിനും ഒറിജിനിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇനി ഫോർത്ത് റിസൾട്ട് ആണ് z1 പ്ലസ് z2 ഹോൾ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് പ്ലസ് z2 കോൺജുഗേറ്റ്. ഇപ്പൊ ഹോൾ കോൺജുഗേറ്റ് സമ്മിന്റെ കോൺജുഗേറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്നുള്ള റിസൾട്ട് ആണ്. നമുക്ക് z1 z2 ഇങ്ങനെ എടുക്കാം. x1 z1 is x1 പ്ലസ് ഐ y1, z2 is x2 പ്ലസ് ഐ y2. നമുക്ക് വേണ്ടത്
Z1 plus Z2. Z1 plus Z2 ഏതാണ്? നമ്മുടെ അഡീഷൻ റൂൾ അനുസരിച്ച് x1 plus x2 plus I into y1 plus y2. ഇതിന്റെ കോൺജുഗേറ്റ് ആണ് LHS. Z1 plus Z2 whole bar. അപ്പൊ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ x plus iy ആണെങ്കിൽ x minus iy ആണ് കോൺജുഗേറ്റ്. അപ്പൊ ഇവിടെ കോൺജുഗേറ്റ് x1 plus x2, ഈ പ്ലസ് എന്തോ മൈനസ് i y1 plus y2. ഓക്കെ, ഇനി ഇത് RHS ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി, നമുക്ക് RHS കിട്ടും. x1 മൈനസ് i y1, x1 y1 അടുത്തേക്ക് എഴുതി, പ്ലസ് x2 മൈനസ് i y2. ഇപ്പൊ ഇത് നോക്കാം, x1 മൈനസ് i y1 എന്താ Z1ന്റെ കോൺജുഗേറ്റ് ആണ്. x2 മൈനസ് i y2 Z2ന്റെ കോൺജുഗേറ്റ് ആണ്. സോ വി ഹാവ് ദി RHS. ഇത്രേ ഉള്ളൂ ഫോർത്ത് റിസൾട്ടിന്റെ പ്രൂഫ്. ഇനി അടുത്തത് കോൺജുഗേറ്റിൽ നമ്മളിപ്പോ പറഞ്ഞ റിസൾട്ട് പ്രോഡക്റ്റിന് Z1 പ്ലസ് Z2 കോൺജുഗേറ്റ്, സോറി Z1 ഇൻറ്റു Z2 കോൺജുഗേറ്റ് എന്നുള്ളത് എന്താവും? Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ്. നേരത്തെ എടുത്തതുപോലെ Z1 Z2നെ x1 പ്ലസ് i y1 x2 പ്ലസ് i y2 എന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് LHS എന്ന് തുടങ്ങിയാൽ RHSലേക്ക് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റും, RHS എന്ന് സ്റ്റാർട്ട് ചെയ്യാം, LHSലേക്ക് എത്തിക്കാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് ഒന്ന് ആദ്യം എഴുതി വയ്ക്കാം. Z1 Z2 പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. Z1 Z2 മൾട്ടിപ്ലിക്കേഷൻ, കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലെ മൾട്ടിപ്ലിക്കേഷൻ x1 x2 മൈനസ് y1 y2 പ്ലസ് i ഇൻറ്റു x1 y2 പ്ലസ് x2 y1. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് ആണ് പറയുന്നത് Z1 Z2 ഹോൾ കോൺജുഗേറ്റ്. x1 x2 മൈനസ് y1 y2, ഈ പ്ലസ് എന്താവും? മൈനസ് ആവും. അപ്പൊ ഇത് Z1 കോൺജുഗേറ്റും Z2 കോൺജുഗേറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് കിട്ടുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ RHS എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. Z1 കോൺജുഗേറ്റ് ഇൻറ്റു Z2 കോൺജുഗേറ്റ്. Z1ന്റെ കോൺജുഗേറ്റ് നമുക്കറിയാം x1 മൈനസ് i y1. Z2ന്റെ കോൺജുഗേറ്റ് x2 മൈനസ് i y2. അപ്പൊ ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x1 x2 മൈനസ് i x1 y2 പ്ലസ് അഗൈൻ മൈനസ് ആണ് i x2 y1 മൈനസ് i സ്ക്വയർ y1 y2. i സ്ക്വയറിന് മൈനസ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ x1 x2 ഈ ടേം എഴുതി, മൈനസ് i സ്ക്വയർ എന്നുള്ളത് 1 ആവും. അപ്പൊ പ്ലസ് i സ്ക്വയർ ഇസ് മൈനസ് 1, ഇവിടെ ഇത് പ്ലസ് ആയിരുന്നു, മൈനസ് y1 y2 എന്ന് കിട്ടും. അടുത്ത രണ്ട് ടേമിൽ i ഉണ്ട്, അപ്പൊ അതിനെ കോമൺ ആക്കി എഴുതാം. i കോമൺ ആക്കി പുറത്തേക്ക് എഴുതാം. x1 y2 പ്ലസ് x2 y1. ദിസ് ഇസ് ഈക്വൽ ടു Z1 Z2 ഹോൾ കോൺജുഗേറ്റ് നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സെയിം ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇത് Z1 Z2 ഹോൾ കോൺജുഗേറ്റ്. സോ വി ഹാവ് ദി റിസൾട്ട്. ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇനി അതിൽ തന്നെ കോൺജുഗേറ്റിന്റെ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. മോഡുലസിന്റെ ഒരു റിസൾട്ട് കൂടി പറയുന്നുണ്ട്. മോഡുലസ് ഓഫ് Z1 Z2 ഇസ് ഈക്വൽ ടു മോഡുലസ് Z1 ഇൻറ്റു മോഡുലസ് Z2. അത് ചെയ്ത് നോക്കാം. മോഡുലസ് ഓഫ് Z1 Z2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് Z1 Z2. Z1 Z2 പ്രോഡക്റ്റ് നേരത്തെ എഴുതി വെച്ചത് നോക്കാം. Z1 Z2 എന്നുള്ള പ്രോഡക്റ്റ്, ഇതിന്റെ മോഡുലസ് ആണ് വേണ്ടത്. ഓക്കെ, എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ നമുക്കറിയാം മോഡുലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഇതിന്റെ മോഡുലസ് ഓഫ് Z1 Z2. അപ്പൊ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് Z1 Z2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ, ആ എക്സ് പാർട്ട് റിയൽ പാർട്ടിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും x1 x2 മൈനസ് y1 y2 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ഈ മൈനസ് സൈൻ കൂടി എടുക്കണം. സോറി, Z1 Z2ന്റെ മൈനസ് അല്ല പ്ലസ് തന്നെയാണ്. ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ x1 y2 പ്ലസ് x2 y1 സ്ക്വയർ. ഇതാണ് മോഡുലസ് ഓഫ് Z1 Z2. ഇത് അങ്ങോട്ട് എഴുതാം. റൂട്ട് ഓഫ് x1 x2 മൈനസ് y1 y2 സ്ക്വയർ പ്ലസ് x1 y2 പ്ലസ് x2 y1 സ്ക്വയർ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. a മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ, x1 സ്ക്വയർ x2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു x1 x2 y1 y2 പ്ലസ് y1 സ്ക്വയർ y2 സ്ക്വയർ പ്ലസ് അടുത്ത ബ്രാക്കറ്റ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ x1 സ്ക്വയർ y2 സ്ക്വയർ പ്ലസ് 2 x1 x2 y1 y2 പ്ലസ് y1 സ്ക്വയർ x2 സ്ക്വയർ. ഇതിനകത്ത് നിന്ന് ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. മൈനസ്
2 ഇൻറ്റു എന്നുള്ള ഈ ഒരു ടേം ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് x1 സ്ക്വയർ x2 സ്ക്വയർ y1 സ്ക്വയർ y2 സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ y2 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ y1 സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു, ഈ റൂട്ടിനകത്തുള്ളത് ആക്ച്വലി ഈ രണ്ട് ബ്രാക്കറ്റ്സിന്റെ പ്രോഡക്റ്റ് ആണ്. x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് ഈ 4 ടേംസ് ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ 4 ടേംസിനെ ഈ ബ്രാക്കറ്റ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ഇതിനങ്ങനെ എഴുതിയത് റൂട്ട് ഓഫ് x1 സ്ക്വയർ y1 സ്ക്വയർ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ദിസ് ഇസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് z1 ഇൻറ്റു മോഡുലസ് ഓഫ് z2. ഓക്കെ, അതായത് z1 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് y1 അല്ലേ. അപ്പൊ മോഡുലസ് ഓഫ് z1 റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. ഇതേപോലെ മോഡുലസ് ഓഫ് z2 റൂട്ട് ഓഫ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് വരും. ഇനി അടുത്ത റിസൾട്ട് 6th വൺ 1/z. അത് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ഡയറക്റ്റ് ആണ്. 1/z മേലെയും താഴെ z കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത ആ റിസൾട്ട് ആണ്. ഡിനോമിനേറ്ററിൽ z ബാർ വിൽ ബി മോഡ് z സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. 1/z എടുക്കണമെങ്കിൽ z നോൺ സീറോ ആയിരിക്കണം. 7th വൺ z1 by z2 ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു z1 കോൺജുഗേറ്റ് ബൈ z2 കോൺജുഗേറ്റ്. ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. z1 by z2 എഴുതാം. z1 by z2 x1 plus i y1 by x2 plus i y2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ഇവിടെയും അതേപോലെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും? ന്യൂമറേറ്ററിൽ x1 പ്ലസ് i y1 ഇൻറ്റു x2 മൈനസ് i y2. ഡിനോമിനേറ്ററിൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണ്. അപ്പൊ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ന്യൂമറേറ്ററിലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x1 x2 പ്ലസ് y1 y2, അതായത് i സ്ക്വയർ മൈനസ് 1 ആക്കുമ്പോഴാണ് ഈ ടേം കിട്ടുന്നത്, ബൈ ഡിനോമിനേറ്റർ x2 സ്ക്വയർ i സ്ക്വയർ മൈനസ് 1 ആയതുകൊണ്ട് ഇത് പ്ലസ് ആവും, പ്ലസ് y2 സ്ക്വയർ പ്ലസ് i ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ i ഉള്ള ടേം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആക്കി എഴുതി, രണ്ട് ടേംസ് ആക്കി എഴുതി. ഇതാണ് z1 by z2. ഇതിന്റെ കോൺജുഗേറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്ലസ് മൈനസ് ആവും. ഓക്കെ, എന്നിട്ട് ആർ എച്ച് എസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ കോൺജുഗേറ്റ് ആണോ കിട്ടുന്നത്. ആർ എച്ച് എസിൽ നമുക്ക് വേണ്ടത് z1 ബാർ ബൈ z2 ബാർ. അപ്പൊ z1ന്റെ കോൺജുഗേറ്റ് x1 മൈനസ് i y1, z2ന്റെ കോൺജുഗേറ്റ് x2 മൈനസ് i y2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊടുക്കാം. അഗെയിൻ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ പ്ലസ് ആവും. ഓപ്പൺ ചെയ്യാം. x1 x2 ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് x1 പ്ലസ് x2 പ്ലസ് y1 y2 ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ മൈനസ് i ഇൻറ്റു x2 y1 മൈനസ് x1 y2 ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഇസ് z1 by z2 ഹോൾ കോൺജുഗേറ്റ്. z1 by z2 ഹോൾ കോൺജുഗേറ്റ്. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ z1 by z2 ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ കോൺജുഗേറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ വി ഹാവ് ദി റിസൾട്ട്. അടുത്തത് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് z is z plus z bar. അതേപോലെ 2i ഇമാജിനറി പാർട്ട് ഓഫ് z is z മൈനസ് z bar. അത് ഫസ്റ്റ് റിസൾട്ട് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. z plus z bar is equal to x plus iy plus x minus iy. അപ്പൊ iy ക്യാൻസൽ ആവും, 2x. x എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് z. ഇത്രേ ഉള്ളൂ. അടുത്തത് ഇതേപോലെ z മൈനസ് z ബാർ ആണ്. x പ്ലസ് iy മൈനസ് x മൈനസ് iy. ദിസ് ഇസ് 2iy. 2i into y എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് z. Now the last result, modulus xz equal to mod x mod z for any real number x. Here mod x is the absolute value of the real number x. റിയൽ നമ്പറിൽ മോഡുലസ് ഇട്ട് കഴിയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള മീനിങ് തന്നെയാണ്. സെഡിന് മോഡുലസ് ഇട്ട് കഴിയുമ്പോഴാണ് സെഡ് പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് ഒറിജിനിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ്. മോഡുലസ് ഓഫ് എക്സ് സെഡ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും. മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐ
xy. അപ്പൊ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇതിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് എക്സ് സ്ക്വയർ നമുക്ക് കോമൺ ആക്കി എടുക്കാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. റൂട്ട് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് അല്ലെ. റൂട്ട് ഓഫ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് പോസിറ്റീവ് റൂട്ടിനെ ആണല്ലോ, അതുകൊണ്ട് മോഡുലസ് എക്സ് എന്ന് എഴുതണം. ഓക്കെ, സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ റൂട്ട് പ്ലസ് എക്സോ മൈനസ് എക്സോ ആവാം. റൂട്ട് കൊണ്ട് നമ്മൾ പോസിറ്റീവ് റൂട്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ മോഡ് എക്സ്. ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് മോഡ് ഇസെറ്റ്. സോ വി ഹാവ് ദി റിസൾട്ട്. അടുത്തത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് മോഡുലസ് ഇത്രേ ഉള്ളൂ. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2. ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യേണ്ടത് മോഡുലസ് Z1 പ്ലസ് Z2 സ്ക്വയർ. സ്ക്വയറിൽ നമ്മൾ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കും, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ മോഡ് Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റിസൾട്ട് ഓർക്കാം. മോഡ് Z സ്ക്വയർ ഇസ് Z ഇൻറ്റു Z ബാർ. അപ്പൊ ഇവിടെ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ ആണ്. Z1 plus Z2 into Z1 plus Z2 bar. Z1 plus Z2 into ഈ ഹോൾ കോൺജുഗേറ്റ് എന്നുള്ളതിനെ നമുക്ക് സെപ്പറേറ്റ് കോൺജുഗേറ്റ് ആക്കി എഴുതാം, നേരത്തെ റിസൾട്ട് പറഞ്ഞു. ഇനി ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. Z1 Z1 bar പ്ലസ് Z1 Z2 bar പ്ലസ് Z2 Z1 bar പ്ലസ് Z2 Z2 bar. Z1 Z1 bar എന്താ? മോഡ് Z1 സ്ക്വയർ ഈ റിസൾട്ട് അനുസരിച്ച് പ്ലസ് Z2 Z2 ബാർ അതേപോലെ മോഡ് Z2 സ്ക്വയർ പ്ലസ് Z1 Z2 ബാർ അതേപോലെ എഴുതി പ്ലസ് അടുത്ത ടേം Z2 Z1 ബാറിന് ഇങ്ങനെ എഴുതാം. Z1 Z2 ബാർ ഹോൾ കോൺജുഗേറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ട് അനുസരിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? Z1 ബാർ Z2 രണ്ട് തവണ ബാർ വരും. രണ്ട് തവണ കോൺജുഗേറ്റ് എടുത്താൽ Z2 തന്നെ കിട്ടും. അപ്പൊ Z1 Z2 തന്നെ കിട്ടിക്കോളും. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു മോഡുലസ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് Z2 സ്ക്വയർ പ്ലസ് ഇതൊരു ഒറ്റ ക്വാണ്ടിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇത് Z പ്ലസ് Z ബാർ ആണ്. ഓക്കെ, Z പ്ലസ് Z ബാർ നേരത്തെ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് Z. ഓക്കെ, Z പ്ലസ് Z ബാർ 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് Z. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ നിന്നാണ് ഇനീക്വാലിറ്റി ഫോം ചെയ്യുന്നത്, മോഡുലസ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് Z2 സ്ക്വയർ പ്ലസ് റിയൽ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ദാറ്റ് നമ്പർ. റിയൽ പാർട്ട് ഓഫ് Z, അതായത് ഇങ്ങനെ പറയാം നമുക്ക്, റിയൽ പാർട്ട് ഓഫ് Z ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ്. അതിന്റെ മോഡുലസ് റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ ആണത്, അപ്പൊ അതിന്റെ മോഡുലസിനേക്കാൾ ചെറുതായിരിക്കും ഓർ ഈക്വൽ ആയിരിക്കും. ഇനി മോഡുലസ് ഓഫ് റിയൽ പാർട്ട് ഓഫ് Z ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ദി ഹോൾ കോംപ്ലക്സ് നമ്പർ Z. സോ ഈ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് റിയൽ പാർട്ട് ഓഫ് Z ലെസ് ദാൻ മോഡുലസ് ഓഫ് Z എന്ന് പറയാം. ഇനി ഇതൊന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യാണ്. മോഡുലസ് Z1 സ്ക്വയർ പ്ലസ് മോഡുലസ് Z2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഈ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈ മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ട്. അപ്പൊ ഇതിനാണ് ഈ റിസൾട്ട് ഒക്കെ പ്രൂവ് ചെയ്യുന്നത്. ദിസ് ഇസ് A പ്ലസ് ബി ഹോൾ സ്ക്വയർ മോഡൽ ആയിട്ടുണ്ട്. മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് ലെഫ്റ്റ് നിന്ന് നമ്മൾ തുടങ്ങിയത് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഹോൾ സ്ക്വയർ എന്നാ തുടങ്ങിയത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 പ്ലസ് മോഡുലസ് ഓഫ് Z ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. Taking the positive square root on both sides. Taking the positive square root on both sides, modulus Z1 plus Z2 is less than or equal to mod Z1 plus mod Z2. Okay, so this is the famous inequality known as triangle inequality.